ഈ പയ്യൻ അവന്റെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ചെലവഴിച്ചത് രുചികരമായ കടൽപ്പായൽ അഥവാ സീവീഡ് വറുത്ത് വിൽപ്പന നടത്താൻ വേണ്ടിയായിരുന്നു. ഇവൻ ഇതൊരു ബിസിനസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഏതെല്ലാം രീതിയിൽ വറുത്തിട്ടും കടൽപ്പായൽ എപ്പോഴും കയ്പുള്ളതും രുചിയില്ലാത്തതുമായിരുന്നു. വറുക്കുന്നതിനിടെ അവന്റെ കൈക്ക് പോലും പൊള്ളലേറ്റു. ഒരുപാട് പാക്കറ്റ് കടൽപ്പായൽ വറുത്തിട്ടും അയാൾക്ക് അതിന്റെ രുചിയിൽ തൃപ്തനല്ലായിരുന്നു. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയാത്തതിനാൽ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവസാനമായി ഒരു കടൽപ്പായൽ പാക്കറ്റ് കൂടെ അവൻ കാണുന്നത്. അവസാന ശ്രമം എന്നോണം അവൻ ആ പാക്കറ്റ് കയ്യിലെടുത്തു. അത് വറുക്കാൻ ആരംഭിച്ചു. ഇത്തവണ വറുത്തു നോക്കിയപ്പോൾ ഒരു വ്യത്യസ്തത അവന് തോന്നി. അവനത് കഴിച്ചു നോക്കി. അത് വളരെ രുചികരവും നേർത്തതുമായിരുന്നു. ഇതുവരെ ഉണ്ടാക്കി കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കടൽപ്പായൽ വറുത്തതായിരുന്നു ഇത്. കൂടുതൽ തവണ പരാജയപ്പെട്ടപ്പോൾ ഈ പയ്യൻ ഒരു രഹസ്യം കണ്ടെത്തി. കടൽപ്പായൽ ആദ്യം വെള്ളത്തിൽ മുക്കി വെക്കേണ്ടതുണ്ടെന്ന്. അതിനുശേഷം വറുക്കുമ്പോൾ നന്നായിട്ട് വരുമെന്നും അവൻ മനസ്സിലാക്കി. ഈ ശ്രമങ്ങൾ വിജയിച്ചപ്പോൾ അവന്റെ ഫാമിലിയെ രക്ഷിക്കാമെന്ന് അവൻ മനസ്സിലാക്കി. മാസങ്ങൾക്ക് മുമ്പ് കോടതി അവന്റെ വീടിനെ ജപ്തി ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോഴാണ് അവൻ അവന്റെ മാതാപിതാക്കൾക്ക് ബാങ്കിൽ 40 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്ന് അറിയുന്നത്. കടം ഒഴിവാക്കാൻ അവന്റെ മാതാപിതാക്കൾ ഇതിനകം തന്നെ വിദേശത്തേക്ക് പോയിരുന്നു. ഈ ഭാരം ഒറ്റയ്ക്ക് വഹിക്കാൻ പയ്യൻ തീരുമാനിച്ചു. ഏറ്റവും രുചികരമായ കടൽപ്പായൽ സൃഷ്ടിച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ സ്യൂട്ട് ധരിച്ച് കൺവീനിയൻസ് സ്റ്റോർ ആസ്ഥാനത്തേക്ക് പോയി അവന്റെ ഉൽപ്പന്നം അവതരിപ്പിച്ചു. പക്ഷേ അവന്റെ പാക്കേജിംഗ് കണ്ട നിമിഷം തന്നെ മാനേജർ ആ ഉൽപ്പന്നം നിഷേധിച്ചു. സ്റ്റൈലും വലിപ്പവും ഒന്നും അവരുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.